ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോസാട്ടോ ഇന്നത്തെ. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഇന്ന് സ്കൂളൊന്നുമില്ല, രണ്ടാം ശനി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ മക്കളൊക്കെ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയുള്ള ദിവസമാണെന്ന്. മഴ അടയാത്ത മഴയാണ് കേട്ടോ, ചാറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നല്ല മടിയാണ്. 2 ദിവസം മഴ അടഞ്ഞ് നിന്നാൽ തന്നെ തീന് കത്താൻ നല്ല പണിയാണ് കേട്ടോ. കുറേ നേരം അതിന്മ ഇങ്ങനെ നിൽക്കണം. അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ്. ഇന്നലെ വെള്ളിയാഴ്ചയാണല്ലോ, ബീഫ് ഉണ്ടായപ്പോൾ എന്നും ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, രാത്രി എന്തെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിക്കൊന്നും കയറ്റിയിട്ടില്ല. ഫ്രിഡ്ജിൽ കയറ്റിയാൽ പിന്നെ അത് ചൂടാക്കി തണുപ്പിച്ച് ചിലപ്പോൾ 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കിടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിക്കൊന്നും കയറ്റിയിട്ടില്ല. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ, അവർ കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. പിന്നെ അതാ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പാത്രമൊക്കെ മോറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ. പിന്നെ ഈ സിങ്ക് ഞങ്ങളത് കുറച്ച് നല്ല പഴക്കമുള്ള സിങ്കാട്ടോ അത്. അതുകൊണ്ട് തന്നെ അത് എത്ര ഉരച്ചാലും ആ ഒരു നല്ല തിളക്കം കിട്ടുന്നില്ല. പക്ഷേ സോപ്പ് കൊണ്ട് ഉരച്ചാൽ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ടോ, നമ്മളെ കുളി സോപ്പ് കൊണ്ട് ഉരച്ചാൽ. അതുപോലെ പാത്രങ്ങൾക്കും സോപ്പ് കൊണ്ട് ഉരച്ചാൽ നല്ല തിളക്കാണ്, പുതിയതുപോലെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ മക്കളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ മദ്രസട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും കളിക്കാനൊന്നും പോകാൻ കോലല്ല കേട്ടോ. അടഞ്ഞ ചീഞ്ഞ മഴ കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെയാണ്. രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയ മഴയാണ്. അപ്പോൾ ഇന്ന് ബീഫ് കറി അപ്പം കേട്ടോ. ഇന്നലത്തെ ബീഫ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ചിങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കിട്ടോ. ബീഫിലേക്ക് കുറച്ച് കിഴങ്ങിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കി. അപ്പോൾ മക്കളൊക്കെ മദ്രസ വന്നുങ്ങാണ്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചായ കുടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അലുമിനിയം പാത്രത്തിൽ, സ്റ്റീൽ പാത്രമൊക്കെയാണ് എടുക്കൽ. പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാറില്ല, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴുകാനുള്ളതല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് ലോ ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതെടുക്കാറില്ല, ഉരുക്കും. അപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മുടെ അരി നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ, അതിൽ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇവിടെ റേഷൻ അരി ഇഷ്ടമുണ്ടോ. ഇത് റേഷൻ അരിയാണ്. ഒന്ന് തിളച്ച കുറച്ചൊന്നും കഴിഞ്ഞാൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റേഷൻ അരി വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് വേവുള്ള അരിയാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇതില്ലെങ്കിൽ പിന്നെ ചോറ് ശരിയാവില്ല കേട്ടോ, ഈ റേഷൻ അരി ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ ചാറ്റിൽ മഴ കേട്ടോ. അപ്പോൾ തോരയിടാൻ ഇവിടെ തന്നെ ഉള്ളൂ സ്ഥലം. മെഷീനിൽ ഉണക്കിയാണ്ട് അവിടെ തന്നെ മഴ കൊള്ളാതൊരു സ്ഥലം ഇവിടെ തന്നെ ഉള്ളൂ. നമ്മുടെ അമ്മർത്ത് ഇങ്ങനെ അയൽ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ ജാതിക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ ജാതിക്കൻ്റെ തോലിയും അതുപോലെ ജാതിക്കക്കുരുവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിടാനായിട്ട് കൊടുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ അച്ചാറൊന്നും ഇട്ടാൽ മക്കളൊന്നും കഴിക്കൂല കേട്ടോ. ഇട്ടുകാണ്ട് പിന്നെ പൂത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ജാതിക്കക്കുരു ഉണക്കാൻ വെച്ചൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് പെട്ടെന്ന് തന്നെ ഒരു റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ചോറ് ഊറ്റുമ്പോൾ തന്നെ മറ്റേ അടുപ്പിലുള്ള ചൂടുവെള്ളം വെക്കാറുണ്ട് കേട്ടോ. അത് ഒഴിച്ചങ്ങാണ്ട് നന്നായി ലൂസാക്കിയിട്ട് തന്നെ ഒന്ന് വെള്ളം നല്ല കുറുകിയിട്ടാണെങ്കിൽ നമ്മൾ ചോറ് ഇങ്ങനെ പശയായി കിടക്കുന്നുണ്ടോ. അപ്പോൾ നന്നായി വെള്ളം പറന്ന് വേണം ചോറ് ഊറ്റാൻ. അപ്പോൾ ഞാനിതൊക്കെ കൊട്ടക്കൈയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുടുക്ക് ഒഴിച്ചിട്ട് ഇതിൽ മക്കൾക്കൊക്കെ കുളിക്കാനുള്ള വെള്ളം വെക്കാണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നെവിനിക്കുട്ട കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വേഗം അടിച്ചോരി തുടക്കാൻ നിന്നു. അപ്പോൾ ഒന്ന് അടിച്ചോരിയിട്ട് തുടക്കാൻ നിന്നു കേട്ടോ. നെവിനിക്കുട്ടൻ ഉറങ്ങിയ സമയത്ത് തന്നെ വേഗം ഒന്ന് അടിച്ചോരി തുടച്ചിടാമെന്ന് വിചാരിച്ചു. കിട്ടിയ സമയം വേഗം ജോലികൾ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നെവിനിക്കുട്ടൻ ഇന്ന് വല്ലാതെ പുറത്തിറങ്ങാൻ നോക്കിയിട്ടില്ല, മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് സൈലൻ്റാണ് കേട്ടോ ആൾ ഇന്ന്. എല്ലാ ദിവസവും ചില ദിവസമൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല വൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചക്ക ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ഈ ചക്ക കൊടുന്നിട്ട് ഇപ്പം ഇന്നലെ ഇത്ര വഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നാളെ പഴുക്കുമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നല്ല ചക്കയായിരുന്നു കേട്ടോ. അധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും
നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ചക്ക തന്നെയായിരുന്നു. പിന്നെ അതാ കുമ്പളം കൊണ്ട് മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളം കൊണ്ട് മോര് കാച്ചിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയലമീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മക്കളൊക്കെ ഫോൺ കാണുന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ ഫോൺ വാങ്ങും. പിന്നെ ഫുൾ ടൈം ഫോൺ കണ്ട് ഇരിക്കുന്നതാണ് 2 പേരുണ്ടോ. പാസക്കുട്ടി ഇവനെക്കുട്ടൻ ഇങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമല്ല കേട്ടോ. അവൾ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടൊരു എടുക്കലാണ്. അത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് സ്നേഹം കൂടി എല്ലാവരെയും നല്ലോണം ഒരു ഗതിയെടുത്തുന്നൊരു വികൃതിയാട്ടലാട്ടോ. അവളെ ഇഷ്ടം കൊണ്ട് കാണിക്കുന്നതാണ്. അതിൽ മറ്റുള്ളവർക്ക് കാണിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ മഴയായിട്ടുള്ളിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയേക്കാണ്. വിനക്കുട്ടത് ആ പുറത്തേക്ക് നോക്കിയിട്ടുണ്ട്. ഇന്ന് ആൾ കുറച്ച് പാവാണ് കേട്ടോ. പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റായിട്ടാണ് എന്താണാവോ. ഞങ്ങളവനെ പിടിക്കണം. ആ വാതിലിലൂടെ പോകുമ്പോഴും പുറത്തുകൂടെ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ വാതിൽ അടച്ച് വെക്കലാട്ടോ അവന് പോകുന്നതെന്ന് നോക്കിയാണ്ട്. അപ്പോൾ ഉള്ളിൽ തന്നെ ഇൻവേർട്ടറോ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബാക്കിലെത്തുന്നുണ്ട് ആൾ. ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. അല്ലെങ്കിൽ വേഗം ഇറങ്ങിപ്പോകും ആരെയും കാണാതെ തന്നെ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇന്ന് പുറത്ത് കളിക്കാൻ പോകാനൊന്നും കോലമില്ല. നല്ല അടഞ്ഞ മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ടല്ലോ, അങ്ങനെ ഒരു മഴയാണ്. നല്ലോണം പെയ്യണമൊന്നുമില്ല. അപ്പോൾ ഈ മിനിക്കുട്ടനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 വാതിൽ അടച്ചിടലാണ്. അല്ലെങ്കിൽ ഒരു വഴിക്കൂടെ പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ വഴിക്കൂടെ പോകും, അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ഉള്ളിൽ അതിന്മേൽ വയ്ക്കാരം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ അതാ അടുക്കളയിൽ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാബേജ് ഉപ്പേരിയും മോരുകറിയും. ഇത്രയേ ഉള്ളൂ കേട്ടോ ഊണ്. ഇതിപ്പോൾ ഞങ്ങളെ സ്ഥലത്ത് കുറ്റിയറച്ച സ്ഥലത്ത് മാന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാൻ പോയി. ഇന്നത്തെ വിശേഷം ഇന്നലെ മിഞ്ഞാന്നേറ്റ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ JCB വന്ന് മാന്തി പോയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കാണാൻ ഞാനും മക്കളൊക്കെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണം, നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒന്നിനും കഴിയാറില്ല. അപ്പോൾ 2 ദിവസം മുന്നേ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചപ്പെടുത്ത വീഡിയോസാട്ടോ അത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളാണ്. അവരുടെ കൂടെയിട്ട് ആസക്കുട്ടി പോവാറ്. അപ്പോൾ ഞാനും ആരെങ്കിലും ഒരാൾ കൊണ്ടേക്കാൻ പോവാറുണ്ട്, അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുവരാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് മദ്രസ സ്കൂള്. അപ്പോൾ ഈ റോഡൊന്ന് കഴിഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.